The remainder obtained when 1 factorial plus 2 factorial plus 3 factorial plus etc. plus 95 factorial is divided by 15. ഇവിടെ നമുക്ക് ഫാക്ടോറിയൽസിൻ്റെ സം നമുക്ക് തന്നിട്ടുണ്ട്. അതാണല്ലോ 1 ഫാക്ടോറിയൽ തുടങ്ങി 95 ഫാക്ടോറിയൽ വരെ തന്നിട്ടുള്ളത്. അതിന് ഞാൻ 15 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡറാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം 1 ഫാക്ടോറിയൽ 1, 2 ഫാക്ടോറിയൽ 1 into 2, 3 factorial 1 into 2 into 3, 4 factorial 1 into 2 into 3 into 4, 5 factorial 1 into 2 into 3 into 4 into 5 ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് 15 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ 4 ഫാക്ടോറിയൽ വരെയുള്ള കേസ് എന്താണ് 15ൻ്റെ മൾട്ടിപ്പിൾസ് അതിനകത്ത് വരുന്നില്ല. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും റിമൈൻഡർ കിട്ടും. പക്ഷേ 5 ഫാക്ടോറിയൽ തുടങ്ങി 95 ഫാക്ടോറിയൽ വരെ പോവുകയാണെങ്കിൽ ഇവിടെ ഇതിനകത്ത് 5 ഉണ്ട്, 5 ഫാക്ടോറിയലിൽ 5 ഉണ്ട്. അപ്പോൾ അത് 15ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് തന്നെ അത് ഡിവൈഡ് ചെയ്ത് പോകുന്നത് കൊണ്ട് അതിൻ്റെ റിമൈൻഡർ 0 ആയി പോകും. അങ്ങനെ 5 ഫാക്ടോറിയൽ തുടങ്ങി 95 ഫാക്ടോറിയൽ വരെയുള്ളതിനകത്ത് 15ൻ്റെ മൾട്ടിപ്പിൾസ് ഉള്ളത് കൊണ്ട് അത് ഡിവൈഡ് ചെയ്ത് പോകുന്നത് കൊണ്ട് അതിൻ്റെയൊക്കെ നമുക്ക് റിമൈൻഡർ 0 കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 4 ഫാക്ടോറിയൽ വരെയുള്ളത് നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഇത് സം ചെയ്തിട്ട് വേണം അതിൻ്റെ 4 ഫാക്ടോറിയൽ വരെയുള്ളതിനെ സം ചെയ്തിട്ട് അതിനെ 15 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ റിമൈൻഡർ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ പ്ലസ് 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 15. 1 ഫാക്ടോറിയൽ 1 ആണ്, 2 ഫാക്ടോറിയൽ 1 into 2 2, 3 ഫാക്ടോറിയൽ 1 into 2 into 3 6, 4 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 24 കിട്ടും ഡിവൈഡ് ബൈ 15. അപ്പോൾ നമ്മൾ ഇത് ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് 33 ആണ് കിട്ടുന്നത്. 33 ഡിവൈഡ് ബൈ 15. അപ്പോൾ 33നെ 15 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എന്തായിരിക്കും കിട്ടുന്നത്? 3. റിമൈൻഡർ 3. ഇതാണ് ഇതിൻ്റെ ആൻസർ.